നമ്മൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്തപ്പോൾ പോലും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ഉണ്ടായി. പിന്നെ എനിക്ക് കുറെ കൂടെ സലീം കുമാർ വീഴുന്ന ഒരു സീക്വൻസ്, അങ്ങനെ കുറെ ഒരു സ്ലാപ്സ്റ്റിക് മൂഡ് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതും ഭയങ്കരമായിട്ട് സ്വയം നമ്മൾ എഴുതി നമ്മൾ തന്നെ ചിരിക്കുന്ന ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരന്റെ കല്ലറമ്മ RIPP എഴുതി വെച്ചത് അവനെ പാർട്ടിക്കാർ വടിവാലിന് വെട്ടി പീസ് പീസാക്കി കൊന്നത്. അതാണ് RIPP. റെസ്റ്റ് ഇൻ പീസ് പീസ് പീസ്. പുറകിൽ ആരെങ്കിലും ഉണ്ടോ? നിന്റെ പുറകിൽ ഞാനല്ലേ? എന്റെ അല്ല, നമ്മുടെ പുറകില്. തിരിഞ്ഞു നോക്കടാ. ഞാൻ നോക്കൂല, വെറുതെ എല്ലാം കണ്ട് പേടിച്ചിട്ട്. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് നോക്കാം. 1 2 3 4 5 6. എനിക്ക് തോന്നണില്ല ചങ്ങാതി ഭൂമി കറങ്ങണ്ടെന്ന്. അല്ലെങ്കിൽ ഈ അമേരിക്ക എന്നേ ഇവിടെ എത്തിയനെ. സോങ്സ് ശരിക്കും 4 സോങ്സ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ എഡിറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഡിറ്റ് സ്റ്റേജിലേക്ക് 2 സോങ് ആയിട്ട് അത് കുറയ്ക്കുകയായിരുന്നു. അതായിരുന്നു സ്റ്റോറി കുറെ കൂടെ ടൈറ്റ് ആവാനും അതായിരുന്നു ഹെൽപ്ഫുൾ ആവുക. അതുകൊണ്ട് സോങ് ചെയ്തിരിക്കുന്ന മ്യൂസിക് ഡയറക്ഷൻ രാഹുൽ രാജാണ്. മെയിൻ ടൈറ്റിൽ സോങ്, അതായത് ഭയങ്കര ഒരു ഫണ്ണി ഒരു സോങ് ഉണ്ട് ഇതിനകത്ത്. അത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് അതിൻ്റെ ലിറിക്സ്. പിന്നെ ഒരു ബീച്ച് സോങ് ഉണ്ട്, അത് വന്നിട്ട് അനിൽ പനച്ചിരാനാണ് അത് എഴുതിയിരിക്കുന്നത്. സോങ്ങിൻ്റെ ലൊക്കേഷൻസ് എല്ലാം കൊച്ചിനും പൊള്ളാച്ചിയുമായിരുന്നു. ഫസ്റ്റ് ടൈറ്റിൽ സോങ്ങിൻ്റെത് ഒരു 80% പൊള്ളാച്ചിയിൽ വെച്ചായിരുന്നു. ബീച്ച് സോങ് വന്നിട്ട് കംപ്ലീറ്റ് എറണാകുളം ആ ഒരു ലൊക്കാലിറ്റി ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് മോഡേണിറ്റി, കുറച്ചുകൂടെ മോഡേൺ ഔട്ട്ഫിറ്റ്സും സംഭവങ്ങളൊക്കെ പോർട്രേ ചെയ്യാനുള്ളൊരു ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതും നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ അധികം ഒരു എന്താ പറയുക കൂടുതൽ മോഡേണായിട്ടുള്ള വേഷവിധാനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ളൊരു കുട്ടി, ഒരു മോഡൽ, ആ ഒരു ഫീൽഡിൽ തന്നെ ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മോഡൽ ഹണ്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ഈ കുട്ടിയുടെ സ്റ്റിൽസ് കിട്ടുകയും അത് വെച്ചിട്ടാണ് പിന്നെ മുമ്പോട്ട് പോയിട്ടുള്ളത്. അവർ എൻജോയ് ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കണം, അതാണ് ഏറ്റവും പ്രയോറിറ്റി. പിന്നെ ഒരു വലിയൊരു ചിന്തിക്കാൻ ശേഷിയുള്ളൊരു സിനിമ ചെയ്യാനൊന്നും അത്ര മെച്ചുവേർഡോ അല്ലെങ്കിൽ അത്രമാത്രം എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. അപ്പം നമ്മളിപ്പോൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കോമഡി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഫീൽ എന്ന് പറയുന്നത്. ഇനി ഇരിക്കാൻ നേരം കിട്ടില്ല എന്നാണ് സ്വാമി പറയണത്. അത്രയ്ക്ക് ബെസ്റ്റ് ടൈമാ വരാൻ പോണത്. ഇഷ്ടമുള്ളൊരു കിളിയെ മനസ്സിൽ വിചാരിക്കൂ. വിചാരിച്ച് എന്ത് കിളിയാ? ഇക്കിളി. അടിച്ചാലോ? ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ജീവിക്കാൻ സമ്മതിക്കില്ല. നീ ഉണ്ടാക്കും.
ഇത്രയും പെടുന്ന ആളെ കൂട്ടിയോ? ഇവർക്ക് വേറെ വഴിക്ക് ഓടിക്കൂടി. പ്രേക്ഷകരോട് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നല്ല എന്റർടൈനറാണ്. അതൊരു എന്റർടൈനർ എന്നുള്ള ഫീൽഡിൽ ചെന്നിരുന്ന് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പോലീസ് വന്നേക്കാൻ സൂക്ഷിക്കണം. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നൊരു ഫിലിം എത്ര കണ്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രമാത്രം അതിനൊരു എന്താ പറയുക പൂർണ്ണത കിട്ടുന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ആ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ആദ്യത്തെ ഒരു 3 ഷോ ഞാൻ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരുമാതിരി നല്ല റിപ്പോർട്ട് വന്നു തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്നത്. അപ്പം ഓഡിയൻസിന്റെ റെസ്പോൺസ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുറെ കൂടെ കോൺഫിഡൻസ് കൂടി എന്ന് വേണമെങ്കിൽ പറയാം ഇനി സിനിമ നല്ല സിനിമകൾ ചെയ്യാനായിട്ട്. എന്താണാവോ ഇതില്? എന്താടാ? ആരുടെ കയ്യിൽ നിന്ന് പോയതാ? ഗ്ലൗസാ? മാമൻ ഇപ്പൊ വരാ. ആ കോട്ട് മമ്മ 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 സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാവും. അതിപ്പം ഒരു കാരണമായോ അല്ലെങ്കിൽ ഈ പടത്തിന് അത് എത്രമാത്രം പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. നല്ല സിനിമകൾ നല്ല എന്റർടൈനിങ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നല്ല രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അല്ല പ്രസിഡന്റ്, ഇവൻ എങ്ങനെ വിട്ടാ പറ്റൂല. പിന്നെ കള്ളനെ കണ്ട കൂന്നൊരു കോഴിയുണ്ട്, അതിനെ കൊണ്ടുവന്നാലോ? കിഴക്കേതിലെ സരസമ്മയുടെ കോഴിയായിരിക്കും. വളരെ നല്ല റെസ്പോൺസാണ് എല്ലാ തിയേറ്റേഴ്സിനും എല്ലാ സെന്റേഴ്സിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മിക്ക ഷോസും ഫുൾ ഹൗസ് ആയിട്ടാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇഷ്ടപ്പെടുന്ന കുറെ കൂടെ കുട്ടികളും ഫാമിലിയാണ് ഈ കൂടുതലായിട്ട് ഈ സിനിമ. കാരണം കുറേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരിക്കാനൊക്കെ ഉള്ള കുറേ നിമിഷങ്ങളുള്ളതുകൊണ്ട് അവരാണ് ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വളരെ നമ്മൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത കോമഡീസൊക്കെ വളരെ നല്ല രീതിയിൽ അവർ റിസീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഫീഡ്ബാക്ക്, ഇപ്പോൾ ഇനിഷ്യൽ ഫീഡ്ബാക്ക്. ദീപു സംവിധാനം ചെയ്ത ഈ ചിത്രം ദിലീപിന്റെ ശക്തമായ ഒരു തിരിച്ചുവരവിന് വഴിവിളക്കായി മാറുന്നു. മുക്കാലി കെട്ടാനായി തക്കാലം കിട്ടൂല പക്കാളം കൂട്ടല്ലേ പോലീസ്.